ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നിരന്തരമായിട്ട് വലിയ വലിയ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ നേരിടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്നും വീണ്ടും സാമ്പത്തികമായി ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, വേണ്ടി വന്നാൽ റിമൂവ് ചെയ്യുക. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഫോണിൽ നിന്നും വീണ്ടും അനാവശ്യമായ സാമ്പത്തികമായ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനായിട്ട് ഈ കാര്യങ്ങൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, വേണ്ടി വന്നാൽ റിമൂവ് ചെയ്യുക. ഇത് അത്യാവശ്യമായിട്ട് ചെയ്തു വെക്കേണ്ട കാര്യമാണ്. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള ഫയൽ മാനേജർ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഫയൽസ് എന്ന് കാണാവുന്ന ആ ഫയൽ മാനേജറാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യേണ്ടത്. ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു ഫയൽ മാനേജറാണ്. ആ ഫയൽ മാനേജർ ഞാനിവിടെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ഈ ഒരു ഫയൽ മാനേജറാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആ ഫയൽ മാനേജർ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി ഏതെങ്കിലും ഒരു ഫയലുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫയലുകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അടുത്ത വരുന്ന വിൻഡോയിൽ നമുക്ക് 3 ഓപ്ഷനുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആദ്യമത്തെ ഓപ്ഷൻ ഓൾ എന്ന ഓപ്ഷനാണ്. ഈ ഓപ്ഷനിൽ എല്ലാ ഫയലുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഫയലുകളും കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ബ്ലൂടൂത്ത് ആണ്. ബ്ലൂടൂത്ത് വഴി നമ്മൾ എടുത്തിരിക്കുന്ന ഫയലുകളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് കാണുന്നത് ഡൗൺലോഡാണ്. സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവർ നിർബന്ധിച്ച് നമ്മളെക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുന്ന ഫയലുകളുടെ APK ഫയലുകൾ നമുക്കിവിടെയാണ് കാണാൻ സാധിക്കുക. അതായത് .apk എന്നുള്ള എക്സ്റ്റൻഷനോട് കൂടി വരുന്ന ഫയലുകളാണ്. ആ ഫയലുകൾ നമ്മൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് വേണ്ടത്. നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുക, അതിനുശേഷം അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുക. അതായത് ഫയൽ നെയിമിന് ശേഷം .apk എന്ന എക്സ്റ്റൻഷനോട് കൂടി വരുന്ന ഫയലുകളാണ്. ആ ഫയലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത്. ഇത് നമ്മുടെ ഫോണിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫയലാണ്. ഇത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക. .apk എന്ന എക്സ്റ്റൻഷനോട് കൂടി വരുന്ന ഫയലുകളൊന്നും തന്നെ എൻ്റെ ഫയൽ മാനേജറിൽ കാണാനില്ല. നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളുക. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. തട്ടിപ്പ് സംഘങ്ങളുടെ സമ്മർദ്ദത്തിൽ വഴങ്ങി നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അപ്പോൾ തന്നെ അത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ചിലർക്ക് അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ വരാനും സാധ്യതയില്ല. നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്താൽ പോലും നമ്മളത് സാധാരണ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ അൺഇൻസ്റ്റാൾ ചെയ്താലും അത് ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെയും വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഈ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഹൈഡായി കിടന്നുകൊണ്ട് നമ്മുടെ ഫോണിലുള്ള നമ്മുടെ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെയും വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഹൈഡായി കിടന്നുകൊണ്ട് നമ്മുടെ ഡേറ്റയെല്ലാം കളക്ട് ചെയ്യുന്ന ഈ ഹൈഡായി കിടക്കുന്ന ആപ്പിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ ഫയൽ മാനേജർ മുൻപ് കാണിച്ച അതേ ഫയൽ മാനേജർ തന്നെ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ വരുന്ന ഈ ഒരു വിൻഡോയിൽ ആപ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഞാനിതിവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ കാറ്റഗറി എന്ന വിഭാഗത്തിൽ ഡൗൺലോഡ് ഇമേജ്, വീഡിയോസ്, ഓഡിയോസ്, ഡോക്യുമെൻ്റ്, ആപ്സ് എന്നീ ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൽ ആപ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഞാൻ ഈ ആപ്സ് എന്നുള്ള ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വരുന്ന അടുത്ത വിൻഡോയിൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളുടെയും ലിസ്റ്റ് നമുക്കിവിടെ കാണാവുന്നതാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഹൈഡായി ഇവിടെ കിടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. കാണാൻ സാധിച്ചില്ലെങ്കിൽ താഴോട്ട് മുകളിലോട്ടുമായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഹൈഡായിട്ട് ഇവിടെയാണ് വന്ന് കിടക്കുക. ഇവിടെ നിന്നും കൂടെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ആ ആപ്പിനെ കൊണ്ടുള്ള ശല്യം മാറുകയുള്ളൂ. അപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന 3 ഡോട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അവിടെ ഒരു പോപ്പപ്പ് വിൻഡോയിൽ അൺഇൻസ്റ്റാൾ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ പോപ്പപ്പ് വിൻഡോയിലെ അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഫോണിലുള്ള നമ്മുടെ ഡേറ്റാസൊക്കെ കളക്ട് ചെയ്യുന്ന ഈ ആപ്പിനെ നമുക്ക് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ആ ആപ്പിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കാണുന്ന 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. അവിടെ അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്.
അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് മാത്രമേ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാവൂ. ബാക്കിയുള്ള ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് അത്യാവശ്യമായിട്ടുള്ള ആപ്പുകളായിരിക്കും. നമ്മളതൊന്നും ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇതുപോലെ ഹൈഡായിട്ടുള്ള ആപ്പുകളെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്ന ആപ്പുകൾ ഇതുപോലെ കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകാണ്ട് നമ്മുടെ അക്കൗണ്ടുകളെ സുരക്ഷിതമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.